ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഇയാളെ വർത്താനം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളിയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ തിരുമ്പി കുളിച്ചാൻ കുളത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുളത്തേക്ക് പോണ വഴിയിലാണ് തോട്. ആ തോട്ടിലുണ്ടതിന് പുതിയാപ്പിള കാക്ക പോത്തിനെ കുളിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പം നമ്മളോട് പറഞ്ഞ് ഇജ്ജ് ഏതായാലും തിരുമ്പി കുളിച്ചാൻ പോകുകയല്ലേ, ഇവിടെ വന്ന ഒരു പോത്തിനെ ഇജ്ജും കുളിപ്പിച്ചോന്ന്. 2 പോത്തുണ്ട് കേട്ടോ. അങ്ങനെ പുതിയാപ്പിള കാക്ക നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. ഇച്ചാണെങ്കിൽ പോത്തിനെ കുളിപ്പിച്ചൊന്നും ശീലമല്ല മക്കളെ. എന്നെ കെട്ടിക്കൊണ്ടിരുന്ന മുതൽക്കേ മുപ്പേർക്ക് ഈ പോത്തും അതേമാതിരി പച്ചക്കറിയൊക്കെ തന്നെയാണ് കേട്ടോ പണി. എത്തപ്പോൾ കാട്ടണം ഇന്നേ വരെ ഞാൻ പോത്തിൻ്റെ കയറ് പോലും പിടിച്ചിട്ടില്ല. എന്നിട്ടാണ് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു പണിയൊക്കെ തന്നത്. ഞാൻ മക്കളോട് പറഞ്ഞ് തിരുമ്പി കുളിച്ചാൽ നിങ്ങളല്ലേ എന്നോട് കുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോരണ്ടില്ലേനീന്ന്. പോകുന്നതുകൊണ്ടല്ലേ അപ്പം നമുക്ക് ഈ ഒരു പണി കിട്ടിയത്. അങ്ങനെ എന്താ റിജുൻ്റെ അടുത്ത് വാങ്ങിക്കാണ്ട് വെച്ച് ഞാനും ഒന്ന് കുളിപ്പിച്ചട്ടെ എന്ന് പറഞ്ഞാണ്ട് ഓനിരുന്ന് വാങ്ങിട്ടോ. എന്നോട് ചോദിച്ചൊക്കെ ഞാൻ വേഗം കൊടുത്തുക്കണ്. പുതിയാപ്പിള കാക്ക അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. ജിച്ച പണി ലീവായി നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ പണി തരുന്നുണ്ടല്ലോ. ആ ഉള്ളി ഒന്ന് തൊലിച്ചേരി, ആ ചപ്പാത്തി ഒന്ന് ചുട്ടേരി എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്ന് ഞാൻ എനിക്കൊരു പണി തരട്ടെ, ഇത് ഈ ഒരു പോത്തിനെ കുളിപ്പിച്ചിട്ട് തന്നെ ഒന്ന് കുളിച്ചാൻ പോയാൽ മതി എന്നാണ്. അപ്പം ഞാൻ മക്കളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ പണിയല്ലേ കുളത്തേക്ക് കുളിച്ചാൻ പോകാറുണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഇപ്പം ഈ പണി കിട്ടിയത്, അപ്പുറത്തെ പാലത്തുമ്മ കൂടെ ഇറങ്ങിപ്പോയാൽ മതിയേനി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മൂപ്പരവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അടുക്കളയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊരു ചോറും കൂട്ടാനും ഉണ്ടാക്കണ പണിയല്ലേ നിച്ചുള്ളൂ. ഇങ്ങനത്തെ പണിയൊക്കെ എനിക്ക് നിച്ചുണ്ടോ? ഞാൻ കുളിപ്പിച്ചതിനെ കണ്ടാലും കൂടി ഇജ് അങ്ങോട്ടും തിരിഞ്ഞു നോക്കൂല. ഇജ് എനിക്ക് ഒഴിവ് കിട്ടിയ ഫോണിൽ തോണ്ടാനായിട്ട് നിന്നുകൊണ്ട് ഇതൊക്കെ വേണം ശീലിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇപ്പുറത്ത് വലിയ പോത്തിനെ പുതിയാപ്പിള കാക്കയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഇച്ചാവൂല ഇച്ചും കഴിച്ചൂല, എന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ കഴിച്ചുള്ളൂ, ഞാൻ നിർത്തുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നോട് എന്നെ നിർത്താനായിട്ടില്ല, എന്നെ ഇന്ന് ഞാൻ പോത്താളെ കുളിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചു തരാം. ആ കൊമ്പിൻ്റെ അവിടെയൊക്കെ അതാ ചളിയുണ്ട്, അതൊക്കെ ഒന്ന് അരച്ചൻ കേകി കൊടുക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കാലുമ്പിലൊക്കെ നല്ലോണം വടണ്ട്, അതൊക്കെ അരച്ചൻ കേക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. സുന്ദരകുട്ടപ്പനാക്കണ്ടേ രുചിയോ? അത് ചോർക്കായില്ലേപ്പോ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, മൂപ്പര് എന്നോട് ആ കൗത്തിൻ്റെ അവിടെ പിടിച്ചുകാണ്ട് വരച്ച് കേകിയെന്നാണ് ആ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് കഴിച്ചൂല, പോത്തിൻ്റെ കുത്തുക മറിച്ചാവോ എന്നൊക്കെ പേടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് നിറ്റങ്ങളെ പിടിച്ചിട്ടൊന്നും ശീലമല്ലല്ലോ, ഞാൻ കുറച്ച് പുല്ലട അരിഞ്ഞ് ചെന്നാൽ അത് ഇട്ട് കൊടുക്കുക എനിക്ക് വേറെ എന്തെങ്കിലും പണി നിച്ചണ്ടോ എന്നൊക്കെ ചോദിച്ചു തന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ അമർത്തിക്കൊള്ളി കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.